മാലിങ്കര SNM കോളേജിൽ വിജ്ഞാനോത്സവം 2026 സംഘടിപ്പിച്ചു. SNM കോളേജ് മാലിങ്കരയിൽ വിജ്ഞാനോത്സവം 2026 സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നവാഗതരായ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ തിരുവനന്തപുരത്തെ കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച ഉദ്ഘാടന കർമ്മത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ SNM കോളേജും പങ്കുചേർന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ സായ് പ്രിയ സുദർശന്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി കോളേജ് തല പരിപാടി ആരംഭിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TH ജിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ D മധു ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. നിങ്ങളെ കുതിരയുടെ ഷേപ്പ് കൊത്തുന്നതും അതുപോലെ തന്നെ ആനയുടെ ഷേപ്പ് കൊത്തുന്നതൊക്കെ വെവ്വേറെയാണ്. അതിന്റെ ആ കാര്യം നിങ്ങളുടെ ആക്ച്വലായിട്ട് എന്താണ് നിങ്ങളുടെ പാഷൻ എന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നിങ്ങളെ മോൾഡ് ചെയ്യേണ്ട ജോലിയാണ് അധ്യാപകർക്കുള്ളത്. പണ്ടത്തെ പോലെ ഈ നമ്മുടെ സ്കൂളിലെ ടീച്ചിങ് പോലെ അല്ല. ഇനി നമ്മൾ അധ്യാപകരെപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. നമ്മളാണ് പഠിക്കേണ്ടതും ലൈബ്രറി യൂട്ടിലൈസ് ചെയ്യുകയും ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇന്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങളെല്ലാം ഉണ്ട്. അതിലെല്ലാം നമുക്ക് ഒരുപാട് നോളജ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉന്നയിച്ച ഒരു ആവശ്യം നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച മാത്രം ഒരു കളർ ഇടാനുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുകയുണ്ടായി. ആ ആവശ്യം PTA അംഗീകരിച്ചതിന്റെ മാനേജ്മെന്റിനെ കൂടി അനുവാദം ഉണ്ടെങ്കിൽ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോഴും യൂണിഫോം സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്, ID കാർഡ് ഉണ്ട്. ഇതെല്ലാം ധരിച്ചു വേണം കോളേജിലേക്ക് വരാനായിട്ട്. ID കാർഡും യൂണിഫോമും ഫുള്ളായിട്ട് ധരിക്കാത്ത കുട്ടികൾക്ക് ഫൈൻ ഉണ്ടാകും. നിങ്ങൾക്ക് യൂണിഫോം വിതരണം നടന്ന് നിങ്ങൾക്ക് തയ്ച്ചിടാനുള്ള സമയം അനുവദിച്ച ശേഷം തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ദിവസം തരുമ്പോൾ ആ ദിവസം മുതൽ നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഫൈൻ സിസ്റ്റം നമ്മൾ നടപ്പിലാക്കും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് അനുവർത്തിക്കാനായിട്ട് ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ് കട്ട് ചെയ്യാതെ ക്ലാസ് ഫുൾ ടൈം ക്ലാസ്സിൽ ഇരിക്കണം. അറ്റൻഡൻസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നുള്ള പൂർണ്ണ ബോധം വേണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടാൽ നമ്മളുടെ പഠനത്തെ ബാധിക്കുന്നുള്ള ഒരു ബോധത്തോടു കൂടി ക്ലാസ്സുകൾ ഉപയോഗിക്കുക. അതല്ലാതെ തന്നെ നമ്മുടെ കോളേജിൽ ധാരാളം ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സെൽസ് ക്ലബ്സ് വഴിയായിട്ടും യൂണിയന്റെ വകയായിട്ടും ഒക്കെ PTA വൈസ് പ്രസിഡന്റ് സൈജ സജീവ്, MJ UGP മാസ്റ്റർ ട്രെയിനർ ബിൻഷാബി, സ്വാശ്രയ വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ നിഖിൽ AB, സ്മൃതി മംഗലം പൂർവ്വ വിദ്യാർത്ഥിനി സംഘടനാ പ്രസിഡന്റ് രാജേഷ് CS, SNM കോളേജ് യൂണിയൻ പ്രതിനിധി ദേവദർശൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് മേധാവികളും അധ്യാപകരും അനധ്യാപകരും 2026-27 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. PTA കമ്മിറ്റിയിലേക്ക് ഒരു മെമ്പറെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. PTA സെക്രട്ടറി ഡോക്ടർ ബൈജു ECയും യോഗത്തിൽ പങ്കെടുത്തു. പരിപാടിക്ക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീജ PR സ്വാഗതവും IQAC മെമ്പർ ഡോക്ടർ രഞ്ജിത്ത് PG നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രസിദ്ധ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഹെന NN രക്ഷിതാക്കൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസും നയിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ, കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.